അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഗോവ മഡഗോൺ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം കേരളത്തിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾ ഗോവയിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. ഗോവയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്നത് വളരെ മനോഹരമായ ബീച്ചുകളാണ്. അതേപോലെ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകളെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തുന്ന ഒരിടം കൂടെയാണ് ഗോവ. എല്ലാ വീഡിയോയും പോലെ ഇതിനടുത്തുള്ള പള്ളികളിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇറങ്ങി വന്ന എൻട്രൻസാണിത്, മഡഗോൺ റെയിൽവേ സ്റ്റേഷൻ. ഇത് മഡഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങിയ എൻട്രൻസാണ്. ഇതാണ് മഡഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ പുറം ഭാഗം. ഓക്കെ, ഇവിടുന്ന് നമ്മളെ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് ഈ റോഡ് നേരെ പോയിട്ട് നീല ഷീറ്റൊക്കെ കാണുന്നില്ല, അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയാനാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കുന്ന ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് പോയി നോക്കാം. ഇത് ഇവിടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ഈ റോഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് എടുക്കുക. വിശാലമായ മനോഹരമായ റോഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോയിട്ട് ഇടത് ഭാഗത്താണ് പള്ളിയുള്ളത് എന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ് ആ റോഡിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മൈക്കിൻ്റെ ഇത് കാണാം. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആണ് ഈ പള്ളിയുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ മസ്ജിദിലുള്ള ഇതിൻ്റെ നടത്തിപ്പുകാരാണ്. അപ്പോൾ ഇവിടുത്തെ ടൈമിങ്ങിനെ കുറിച്ച് മൂപ്പരോട് ചോദിക്കാം. സുബഹ കബ് खुलता है भाई? हाँ, अजान के पहले? हाँ, फिर 5:40 से बंद हो जाता है, 5:50 तक चलता है। अभी 6 बज गया, 6:10 तक। हाँ, 5:40 तक बंद हो, 40। हाँ, और सुबह नमाज होने के बाद बंद होता है। बाद में कब खुलता है भाई? जोहर को खुलता है। जोहर को खुलता है, जोहर के पहले, जोहर के पहले अजान का पहले। फिर कब बंद होता है? ये जोहर के बाद भी बंद होता है। फिर असर का खुलता है। जी असर को खुलता है। असर का खुलेगा तो फिर बंद होता है। ഇഷാ का बंद होता है। ഇതാണ് ഇവിടുത്തെ വളരെ മനോഹരമായ വൃത്തിയുള്ള ഒരു ചെറിയൊരു മസ്ജിദാണ്. മാഷാ അല്ലാഹ്. ഇവിടെയാണ് ഇതിൻ്റെ ഉളു ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് ഈ റോഡിലൂടെ, ഈ പുറത്ത് കാണുന്ന റോഡിലൂടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വന്നപ്പോൾ കിട്ടിയ പള്ളിയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി.